ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ക്യാരറ്റ് പുഡിംഗ്. അതിനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് പ്ലെയിൻ ചൈന ഗ്രാസ് ആണ്. എന്നിട്ട് അതൊരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അത്യാവശ്യത്തിന് വെള്ളം മാത്രം മതി, അധികമായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അടുത്തതായിട്ട് വേണ്ടിയത് ക്യാരറ്റാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 4 മീഡിയം സൈസുള്ള ക്യാരറ്റാണ്. അത് വൃത്തിയാക്കിയിട്ട് വട്ടത്തിൽ മുറിച്ചിടുക. എന്നിട്ടത് കുക്കറിലേക്ക് മാറ്റുക. കുക്കറിലേക്ക് ഒരു 3 ഏലക്ക അത് തൊലി കളഞ്ഞിട്ട് ആഡ് ചെയ്യുക. പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ. കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ടതില്ല. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ക്യാരറ്റ് മുങ്ങിക്കിടക്കാൻ തക്കത്തിലുള്ള വെള്ളം മാത്രം മതി. എന്നിട്ട് അതൊരു 2 വിസിൽ അടുപ്പിക്കുക. എന്നിട്ടത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് നല്ലോണം അതൊന്ന് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഗ്യാസിന്മേലേക്ക് ഒരു പാത്രം വെച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കുക. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര മതിയാവും. എന്നിട്ട് ഇവിടെ ഞാൻ മിഠായി മേറ്റാണ് യൂസ് ചെയ്തത്. അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റ് പാലിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുത്തിരുന്നു. അത് ഈ മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കുക. കട്ട പിടിക്കാണ്ട് ഇളക്കിയെടുക്കുക. എന്നിട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൗൾഡിലേക്ക് മാറ്റാം. ഞാൻ സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റിയത്. എന്നിട്ട് സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെക്കറേഷൻസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാം. വളരെ രുചിയുള്ള ഈസി ക്യാരറ്റ് പുഡിംഗ് ഇവിടെ തയ്യാർ. ഇങ്ങനെയുള്ള വീഡിയോസിന് ഡു സബ്സ്ക്രൈബ് ആൻഡ് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ.